ശ്രീമന്നാരായണീയം ദശകം 19 പ്രചേതസ്സുകളുടെ കഥ. ശ്ലോകം 4. ഗജാനന പത്മാർക്കം ഗജാനനമഹർനിശം അനേകദം തം ഭക്താനാം ഏകദന്തമുപാസ്മഹേ. സരസ്വതി നമസ്തുഭ്യം വരദേ ജ്ഞാനരൂപിണി വിദ്യാരംഭം കരിഷ്യാമി സിദ്ധിർഭവതു മേ സദാ. ഗുരുർബ്രഹ്മാ ഗുരുർവിഷ്ണുർഗുരുർദേവോ മഹേശ്വര ഗുരുഃ സാക്ഷാത് പരം ബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമഃ. ഓം നമോ ഭഗവതേ വസുദേവായ. സ്തവം ജബന്ധസ്തമമീ ജലാന്തരേ ഭവന്തമാസേ വിശദായുധം സമാ ഭവത്സുഹാസ്വാദരസാദമീഷ്വിയാൻ ബഭൂവ കാലോ ധ്രുവവന്ന ശീഘ്രതാ. കഴിഞ്ഞ ശ്ലോകത്തിൽ നമ്മൾ കണ്ടു പ്രചേതസ്സുകള് ഗുരുവായൂരപ്പന്റെ ക്ഷേത്രത്തില്, ഗുരുവായൂര് ക്ഷേത്രത്തിലെ വടക്കു വശത്തുള്ള തീർത്ഥക്കുളത്തിലാണ് ചെന്നെത്തിയത്. ആ തീർത്ഥക്കുളത്തിന്റെ കരയ്ക്ക് അവർ ചെന്നു കഴിഞ്ഞപ്പോൾ അവിടെ പരമശിവൻ അവരെ കാണാനായിട്ട് ചെന്നു. രുദ്രഗീതം എന്ന ഒരു സ്തോത്രം ഭഗവാനെ സ്തുതിക്കുവാനായിട്ട് അവർക്ക് ഉപദേശിച്ചു കൊടുക്കുകയും ചെയ്തു. അമീ ഇവരെ, തം ഇവിടെ ഈ പ്രചേതസ്സുകള് സ്തവം ജപന്ത, ആ രുദ്രഗീത സ്തോത്രം ജപിച്ചുകൊണ്ട് ഭഗവാൻ ശിവൻ ഉപദേശിച്ചു കൊടുത്ത രുദ്രഗീതം അത് ജപിച്ചുകൊണ്ട് ജല അന്തരെ, വെള്ളത്തിന്റെ ഉള്ളിൽ, ആയുധം സമാ, ആയുധം 10,000 സമാ സമാ സംവത്സരം ഭവന്തം അവിടുത്തെ ആസേവിഷത സേവിച്ച് അവിടെ തപസ് ചെയ്തു. ഇവിടെ പ്രചേതസ്സുകള് ആ രുദ്രഗീതം ജപിച്ചുകൊണ്ട് വെള്ളത്തിനുള്ളിൽ 10,000 സംവത്സരം മഹാവിഷ്ണുവിനെ തപസ് ചെയ്തു. ഭവത് സുഖ ആസ്വാദരസാദ്, ഇവിടെ ആനന്ദസ്വരൂപനായ ആ ഭഗവാനെ, മഹാവിഷ്ണുവിനെ മനസ്സുകൊണ്ട് ആസ്വദിച്ച് സുഖിക്കുന്നതിലുള്ള താല്പര്യം നിമിത്തം, ഭജിക്കുന്നതിലുള്ള ആ സ്വയം ആസ്വദിക്കുന്ന രസം കൊണ്ട്, ഭഗവാനെ ഭജിച്ചുകൊണ്ടിരിക്കുമ്പോൾ അനുഭവപ്പെടുന്ന ആ പരമാനന്ദം കൊണ്ട് ആ ഈശ്വര ഭജനത്തിൽ അവര് മുഴുകി. അതിലുള്ള ആ താല്പര്യം നിമിത്തം, ആ രസം കൊണ്ട്, അനുഭവിക്കുന്ന ആ പരമാനന്ദം കൊണ്ട് അമീഷു, ഈ പ്രചേതസ്സുകൾക്ക് ഇയാൻ കാല, ഇയാൻ ഇത്രയും കാലം, ഇത്രയും വളരെ കാലം, 10,000 സംവത്സരമാണ്, അത്രയും കാലം ഇവിടെ ബഭൂവ കഴിഞ്ഞുപോയി. കാരണം കാലം പോയത് അറിഞ്ഞില്ല. ഭഗവാനെ ഭജിക്കുന്നതിലുള്ള ആ സന്തോഷം, ആനന്ദം, അതുകൊണ്ട് ആ ഈശ്വര ഭജനത്തില് മുഴുകിയിരുന്നത് കൊണ്ട് കാലം പോയത് അവര് അറിഞ്ഞില്ല. ധ്രുവവത്, ധ്രുവനെ പോലെ ശീഘ്രത ന, ഇവിടെ വേഗം ഉണ്ടായില്ല. അതായത് വേഗത്തിൽ, ധ്രുവനെ പോലെ വേഗത്തിൽ ഫലം ഉണ്ടായില്ല എന്നർത്ഥം. 5 മാസം ഭജിച്ചപ്പോഴേക്കും, തപസ്സനുഷ്ഠിച്ചപ്പോഴേക്കും ധ്രുവന്റെ മുന്നിൽ ഭഗവാൻ പ്രത്യക്ഷപ്പെട്ടു. ഇവിടെ 10,000 സംവത്സരം ഇവര് ഭജിച്ചിട്ടും അവരാ പരമാനന്ദത്തിൽ മുഴുകി എങ്ങനെ ഇരുന്നിട്ട് കാലം പോയത് അവരറിഞ്ഞൂല. ഭഗവാൻ അവിടെ പ്രത്യക്ഷപ്പെട്ടതുമില്ല. അപ്പൊ ഇവിടെ ഭഗവാൻ പ്രത്യക്ഷപ്പെട്ട് വരങ്ങളൊന്നും തരാൻ ഈ കാലയളവ് മതിയായില്ല. അവർക്ക്
ഭഗവാനെ ഭജിക്കുന്നത് തന്നെ വളരെ പരമാനന്ദമുള്ളതാണ്. പിന്നെ തപസ്സിന്റെ ഫലം കിട്ടുവാൻ വൈകുന്തോറും അത്രയും കാലം വീണ്ടും ഭഗവാനെ ഭജിച്ചുകൊണ്ടേയിരിക്കാമല്ലോ എന്നൊരു ചിന്തയും അവരുടെ ഉള്ളിലുണ്ട്. സർവത്ര ഗോവിന്ദ നാമസങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ.